ഹായ് ഹലോ. ആഫ്റ്റർ +2 ട്രേഡിങ് ചെയ്യുന്ന പിള്ളേരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഫുൾ ട്രേഡിങ്ങിന് ഇറങ്ങാൻ പോണ പിള്ളേരെടുത്ത് ആദ്യം തന്നെ പറയാലോ, ട്രേഡിങ് നല്ലൊരു സ്കില്ല് തന്നെയാണ്. അത് ഇന്നത്തെ കാലത്ത് ട്രേഡിങ് പോലത്തെ സ്കില്ലൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ എക്സ്പെൻസ് അത്ര ഹൈ ആണ്. ഇപ്പോൾ ജീവിക്കാൻ നല്ലോണം പൈസ വേണം. വേറെ ഒന്നല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു എക്സ്പെൻസ് എടുത്ത് നോക്കിയാൽ മതി. അപ്പം അറിയാം നല്ല രീതിയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് എക്സ്പെൻസ് ഉള്ള ഒരു കാലമാണ് ഇനി വരാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്കൊരു സെക്കൻഡ് ഇൻകം നമുക്ക് എന്നും നിർബന്ധം തന്നെയാണ് ലൈഫിൽ. അപ്പോൾ ട്രേഡിങ് പോലത്തെ സ്കില്ലുകളൊക്കെ പഠിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ +2 കഴിഞ്ഞ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, പരമാവധി നിങ്ങൾ എന്തെങ്കിലും ജോലി കണ്ടെത്തുക. അല്ല, ജോലി ചെയ്തുകൊണ്ട് തന്നെ ട്രേഡിങ് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ജോലി ഇല്ലാണ്ട് നമ്മൾ ഫുൾ ടൈം ട്രേഡർ ആവാൻ ചെയ്യുന്ന പ്രശ്നം, നമുക്കൊരു ക്യാപിറ്റൽ ആണ് എപ്പോഴും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ +2 കഴിഞ്ഞ പിള്ളേരാകുമ്പോൾ നേരെ വീട്ടുകാരെ നിന്നൊക്കെ പൈസ കൊടുത്തിട്ട് തുടങ്ങണം. അപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുന്നത്, നമുക്ക് ലോസ് ഉണ്ടാകുമ്പോൾ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നല്ല, നമുക്ക് ലോസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ സോഴ്സ് ഒന്നുമില്ല ഇൻകം. എപ്പോഴും വീട്ടിൽ നിന്ന് ചോദിക്കുക എന്നുള്ള കാര്യങ്ങളുണ്ടാവും. വേറെ ഇൻകം സോഴ്സ് ഉണ്ടാവില്ല. പരമാവധി ഒരു ജോലി ചെയ്യേണ്ട ഒപ്പം ട്രേഡിങ് കൊണ്ടുപോകാൻ നോക്കാം. പിന്നെ നിങ്ങളിപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് വേണ്ട വീഡിയോസ് ഉണ്ട് ട്രേഡിങ് പഠിക്കാനായിട്ടുള്ള തന്നെ. ഒരു ലോഡ് വീഡിയോസ് ഉണ്ട് നമ്മുടെ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള തന്നെ. നമുക്ക് അതൊക്കെ അങ്ങനത്തെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കോച്ചിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നോളേജ് നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട്. പിന്നെ പോണവർക്ക് പോവാം. കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ ട്രേഡിങ് പഠിപ്പിക്കുന്നത്. പിന്നെ ഒരു 70 to 80% നമ്മൾ ട്രേഡിങ് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് മാത്രം അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് കുറച്ച് പഠിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ലോസ് ഉണ്ടാവും. വേറെ ഒന്നല്ല, നമുക്ക് അത്യാവശ്യം പഠിക്കാണ്ട് ട്രേഡിങ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാണ്ട്. പിന്നെ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ എമൗണ്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2000 3000 ഒക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് വലിയ എമൗണ്ടുകളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ ചെറിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പഠിക്കുക. അല്ലാണ്ട് വലിയൊരു എമൗണ്ട് ഇട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ലോസ് ഉണ്ടാവും. നമുക്കത് താങ്ങാൻ പറ്റില്ല ലൈഫിലല്ല, നമുക്ക് താങ്ങാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഡേയ്സിൽ. പരമാവധി ചെറിയ പൈസ ഇട്ട് ട്രേഡിങ് പഠിക്കുക സ്റ്റാർട്ടിങ്. പിന്നെ പരമാവധി ഈ ഇല്ലീഗൽ ട്രേഡിങ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. വേറെ നല്ല, നമ്മുടെ ഫെമ ആക്ട് പ്രകാരം അറൗണ്ട് 10,000 rupees വരെ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. 10,000 രൂപ ഫൈൻ ഉണ്ടാവും പെർ ഡേ ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്. പിന്നെ ഒരു 25 lakhs എക്സീഡ് ചെയ്യാൻ ഒരു 7 വർഷം വരെ തടവും ഉണ്ടാവും. പിന്നെ ഇൻകം ടാക്സിന്റെ ഫൈൻ വേറെ ഒരു 1 lakh അറൗണ്ട് അത് വരും. പിന്നെ പരമാവധി ഇല്ലീഗൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. വേറെ ഒന്നല്ല, ഇൻകം ടാക്സ് ഒക്കെ പിടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിന് ഫൈൻ അടയ്ക്കാനും കേസ് നടത്താനും നേരം ഉണ്ടാവുള്ളൂ. ഉണ്ടാക്കിയ പൈസ മൊത്തം ഇല്ലീഗൽ ട്രേഡിങ് വഴി ഉണ്ടാക്കിയ പൈസ മൊത്തം ആ വഴി പോകും. പരമാവധി ഇങ്ങനത്തെ ഇല്ലീഗൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഓൾറെഡി കുറേ ബ്രോക്കേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ ലീഗലായിട്ടുള്ളത്. ട്രേഡിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിൽ തന്നെ ട്രേഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മെയിൻലി +2 ശേഷം ഫുൾ ടൈം ട്രേഡർ ആവാണ്ടിരിക്കുക. വേറെ ഒന്നല്ല, നമുക്കൊരു ജോലി വേറെ ഉണ്ടാവണം എന്തായാലും. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് സ്റ്റേബിൾ ആവാൻ പറ്റില്ല ലൈഫിൽ. പിന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം ട്രേഡറൊക്കെ ആവാം. നിങ്ങൾ നല്ല റിച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ആയിക്കോ. റിച്ച് പേഴ്സൺ ആണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ട്രേഡർ ആവാം. നിങ്ങൾ വീട്ടുകാരൊക്കെ നല്ല റിച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ട്രേഡർ ആവാം. അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. ഞാൻ ഇപ്പോൾ പറയുന്നതൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പിള്ളേരോടാണ്. ഓക്കെ, ശരി, അപ്പോൾ കാണാം.